ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പാരലൽ ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിയിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മളിതാ ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ ഈ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വീഡിയോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ശ്രദ്ധിച്ചോ, ഇവിടെ എ പി ബൈ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, എ പി ബൈ പി ബി ഇസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി എന്നുള്ളതാണ് ആദ്യം നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാവുന്ന ഒരു ചോദ്യമാണ്. ശ്രദ്ധിച്ചിരുന്നോ? നമ്മളിതാ അതിഗംഭീരമായിട്ട് അല്ലേ പഠിക്കും. നമ്മൾ പഠിക്കാതെയോ നമ്മൾ സെറ്റാക്കും. ഓക്കെ, ശ്രദ്ധിച്ചോ, ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ഈ ഒരു ട്രയാങ്കിൾ, ഓക്കെ, ചോദ്യത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിച്ചോ, ഈ പി ക്യു ഈസ് പാരലൽ ടു ബി സി. ചോദ്യം തന്നിട്ടുണ്ട് പി ക്യു പാരലൽ ടു ബി സി എന്നുള്ള കാര്യം ചോദ്യത്തിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, പി ക്യു പാരലൽ ടു ബി സി ആണ്. അപ്പോൾ നമുക്ക് റേഷ്യോ എഴുതാം. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി. ഈ കഷ്ണങ്ങൾ തമ്മിലുള്ള റേഷ്യോ സെയിം. എ പി ബൈ പി ബി ഈസ് ഈക്വൽ ടു എ ക്യു ബൈ ക്യു സി. ഇനി ഇവിടെ ആർ ക്യു എന്ന് പറയുന്നത് അഥവാ ക്യു ആർ എന്ന് പറയുന്നത് പാരലൽ ടു സി ഡി ആണ്. ക്യു ആർ പാരലൽ ടു സി ഡി ആണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം എ ക്യു ബൈ ക്യു സി എന്ന് പറയുന്നത് എ ആർ ബൈ ആർ ഡിക്ക് തുല്യമാണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ, ഇത് സെക്കൻഡ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ, വേണമെങ്കിൽ ഇത് കുറച്ചുകൂടി ഒന്ന് ആർഭാടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ആർഭാടാക്കാനല്ല, നമ്മൾ ഇങ്ങനെ തന്നെ എഴുതുന്നതാണ് നല്ലത്. ഇൻ ട്രയാങ്കിൾ എ ബി സി, ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയിൽ പി ക്യു ബി സിക്ക് പാരലാണ്, അതുകൊണ്ടാണ് നമുക്ക് എഴുതാൻ പറ്റുക. അതുപോലെ ഇൻ ട്രയാങ്കിൾ എ സി ഡി, ഇൻ ട്രയാങ്കിൾ എ സി ഡി, ത്രികോണം എ സി ഡിയിൽ ക്യു ആർ എന്ന് പറയുന്നത് സി ഡിക്ക് പാരലാണ്. ക്യു ആർ സി ഡിക്ക് പാരലാണ്. ക്യു ആർ സി ഡിക്ക് പാരലാണെങ്കിൽ എ ക്യു ബൈ ക്യു സി ഇസ് ഈക്വൽ ടു എ ആർ ബൈ ആർ ഡി. ഈ രണ്ട് ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഒരു സൈഡിൽ എ ക്യു ബൈ ക്യു സി ഉണ്ട്. അതുകൊണ്ട് 1 and 2 implies AP by PB. AP by PB is equal to AR by RD എന്ന് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എഴുതി വെക്കാം. AP by PB is equal to AR by RD എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. പക്ഷേ ഇതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സാറേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പലരുടെയും കൺഫ്യൂഷൻ. AP by AB is equal to AR by AD. അതായത് ഇവിടെയുള്ള ഫസ്റ്റ് ചെറിയ കഷ്ണം ബൈ ഇവിടെയുള്ള ഫുൾ കഷ്ണം. ഇത് ചെയ്യാൻ ഇത് നമ്മൾ തെളിയിച്ചു വെച്ചിട്ടുണ്ടല്ലോ. ഈ തെളിയിച്ചു വെച്ച സാധനം എടുക്കാം. AP by PB is equal to AR by RD. ചെയ്യേണ്ടത് ഒറ്റ സ്റ്റെപ്പിൽ പരിപാടി തീരാനുള്ള സ്റ്റെപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് തിരിച്ചെഴുതിക്കേ. ഇതിനെ റെസിപ്രോക്കൽ എടുക്കുക. പി ബി ബൈ എ പി ഇസ് ഈക്വൽ ടു ആർ ഡി ബൈ എ ആർ. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, മുകളിലുള്ള കഷ്ണവും താഴെയുള്ള കഷ്ണവും ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് ഫുൾ കഷ്ണം കിട്ടും. സോ അത് ഫുൾ കഷ്ണം കിട്ടണമെങ്കിൽ രണ്ടിനെയും ഇതിൻ്റെ രണ്ടിനോട് നമ്മൾ എന്ത് ആഡ് ചെയ്യുക? 1 ആഡ് ചെയ്യുക. ഓക്കെ, ആർ ഡി ബൈ എ ആർ. ഇതിനോടും 1 ആഡ് ചെയ്യുക. രണ്ട് സൈഡിലും 1 ആഡ് ചെയ്യുക. സിമ്പിളാ. നോക്കിക്കോ, പി ബി പ്ലസ് എ പി എന്ന് വരും. പി ബി പ്ലസ് എ പി ഇൻറ്റു 1 എ പി ഡിവൈഡഡ് ബൈ എ പി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ഡി പ്ലസ് എ ആർ ഡിവൈഡഡ് ബൈ എ ആർ. നോക്കിക്കോ, എ പിയും പി ബിയും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എ ബി ബൈ എ പി ഇസ് ഈക്വൽ ടു എ ഡി ബൈ എ ആർ എന്ന് നിങ്ങൾക്ക് കിട്ടും. ഒരു സ്റ്റെപ്പ് നോക്കിക്കേ. ആദ്യം നമ്മൾ എന്താക്കി? ആദ്യം നമ്മൾ രണ്ടാളെയും തല തിരിച്ചു. ഇങ്ങനെ നിന്ന ആൾക്കാരെ നമ്മൾ എന്താക്കി? തല തിരിച്ച് അങ്ങോട്ട് എഴുതി. ഓക്കെ, തലകുത്തനെ നിർത്തി. രണ്ടാളെയും തലകുത്തനെ നിർത്തി. രണ്ട് സൈഡിൽ 1 ആഡ് ചെയ്തു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഒന്നും കൂടെ ഫ്ലിപ്പ് ചെയ്യുക, തല തിരിക്കുക. എ പി ബൈ എ ബി ഇസ് ഈക്വൽ ടു എ ആർ ബൈ എ ഡി. അതാണ് പ്രൂഫ്.
അതാണ് പ്രൂഫ്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ പാരലലോഗ്രാംസിന്റെ 2 കോർണേഴ്സും മിഡ് പോയിന്റ്സുമായിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇത് എൻ എന്ന് പറയുന്നത്, ഇത് എം എന്ന് പറയുന്നത് മിഡ് പോയിന്റ്സ് ആണെന്ന് വിചാരിച്ചോ. ABCD എന്ന് പറയുന്ന പാരലലോഗ്രാമിന്റെ സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ആണ്. അങ്ങനെ സൈഡുകളുടെ മധ്യബിന്ദുക്കളാണെങ്കിൽ നിങ്ങളിതാ ശ്രദ്ധിച്ചോ മക്കളെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പോവാണ്. ഈ പോയിന്റിന് ഞാൻ P എന്ന് പേര് കൊടുക്കുന്നു, ഈ പോയിന്റിന് Q എന്ന് പേര് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് തെളിയിക്കേണ്ടത് ഇത് 3 ഈക്വൽ ആയിട്ടുള്ള കഷ്ണങ്ങളാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതെങ്ങനെ പ്രൂവ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ട് എൻ്റെ മക്കൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ഇൻ ട്രയാങ്കിൾ ഇത് രണ്ടും പാരലലാണ് എന്ന് നമുക്കറിയാം. ലൈൻ ജോയിൻ 2 സൈഡ്സ്, കാരണം ഇത് ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആണ് അല്ലേ. MB എന്ന് പറയുന്നതും MB എന്ന് പറയുന്നതും DN എന്ന് പറയുന്നതും ഈക്വലുമാണ്, പാരലലുമാണ്. ഓക്കെ, പാരലാന്ന് തരാത്തതുകൊണ്ട് നമുക്കത് പാരലാന്ന് പ്രൂവ് ചെയ്യണം. നോക്കിക്കോ, MB ഈസ് ഈക്വൽ ടു DN, MB ഈസ് പാരലൽ ടു DN അല്ലേ. നോക്ക്, AB പാരലൽ ടു CD ആണ്, കാരണം പാരലലോഗ്രാമിന്റെ സൈഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ MB എന്ന് പറയുന്നത് പാരലൽ ടു DN ആണ്. Therefore MBDN ഇസ് എ പാരലലോഗ്രാം. MBDN എന്ന് പറയുന്നത് ഒരു പാരലലോഗ്രാം ആണ്. MBDN അഥവാ MBND MBND. Therefore MBND ഒരു സാമാന്തരികമാണ്. MBDN എന്ന് പറയുന്നത് ഒരു സാമാന്തരികമാണ്. അങ്ങനെ സാമാന്തരികമാണെങ്കിൽ എൻ്റെ മക്കളെ ശ്രദ്ധിച്ചോ, ഇവിടെ DM ഈസ് പാരലൽ ടു, therefore DM പാരലൽ ടു BN. DM ഉം BN ഉം അതുകൊണ്ട് തന്നെ പാരലാണ്. ഇത്രയും ആദ്യം എഴുതി വെക്കാം. ഇത്രയും എഴുതി വെച്ചാൽ ഇത് പാരലാന്ന് കിട്ടി. ഇത് പാരലാണെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. ഇൻ ട്രയാങ്കിൾ ABQല് MP എന്ന് പറയുന്നത് പാരലൽ ടു BQ ആണ്. ഈ 2 ലൈനുകൾ പാരലൽ ആണെങ്കിൽ അതിന്റെ കഷ്ണമായിട്ടുള്ള ഈ 2 ലൈനുകളും പാരലൽ ആയിരിക്കും അല്ലേ. MP is parallel to BQ. Therefore AM by MB is equal to AP by PQ. എടാ M മിഡ് പോയിന്റ് അല്ലേ, M മിഡ് പോയിന്റ് അല്ലേ? ആണ്. M മിഡ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ ഇവർ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. അപ്പൊ ഇവർ തമ്മിലുള്ള റേഷ്യോ 1:1 ആണ്. റേഷ്യോ 1:1 ആണെങ്കിൽ ഇവിടെ റേഷ്യോ 1:1. Therefore AP is equal to PQ. AM ഉം MB യും ഈക്വൽ ആണ്. AM ഉം MB യും ഈക്വൽ ആണ്. Since AM is equal to MB. AM ഉം MB യും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നിങ്ങൾ നോക്കിക്കോ എന്താ ചെയ്തത്. ഈ ട്രയാങ്കിളിനകത്ത് നമ്മൾ ഇതാ റേഷ്യോ വെച്ചിട്ട് പറഞ്ഞു. പാരലൽ ആണെങ്കിൽ സൈഡ്സ് തമ്മിലുള്ള റേഷ്യോ അല്ലേ, സൈഡ്സ് കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആണെന്ന് നമുക്കറിയാം. അത് വെച്ചിട്ട് നമ്മൾ പറയൂ ഈ റേഷ്യോന് സെയിം ആണ്. അപ്പൊ AP യും PQ യും ഈക്വൽ ആണ്. അടുത്തതായിട്ട് മുകളിലുള്ള ഈ ട്രയാങ്കിൾ നിങ്ങൾ നോക്കുക. CPD ത്രികോണം CPDയിൽ in triangle CPD DP NQ is parallel to DP. NQ is parallel to DP. NQ DP ക്ക് സമാന്തരമാണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്താം?
CN by ND. CN by ND is equal to CQ by PQ. CQ by PQ. ഓക്കെ, CQ PQ. ഈ രണ്ട് സൈഡും കട്ട് ചെയ്യുന്ന ഒരേ റേഷ്യോയിലാണ്. നമുക്കറിയാം N മിഡ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ CQ is equal to PQ. കാരണം CN-ഉം ND-യും ഈക്വൽ ആണ്. ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാ, CQയും PQയും ഈക്വൽ ആണ്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇതിന് 1 എന്ന് പേര് കൊടുക്കുക. ഓക്കെ, ഇതിന് നമ്മൾ 1 എന്ന് നമ്പർ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനുകൾ നോക്ക്. AP PQന് ഈക്വൽ ആണ്, PQ CQന് ഈക്വൽ ആണ്. അപ്പോൾ 1 and 2 implies AP is equal to PQ is equal to QC അഥവാ CQ. ഓക്കെ, APയും PQയും ഈക്വൽ ആണ്, PQ QCക്കും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് മൂന്നും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. സെറ്റാണല്ലോ. ഒരു പ്രധാനപ്പെട്ട തെളിയിക്കാനുള്ള ചോദ്യം എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഈ മോഡൽ ക്വസ്റ്റ്യൻ തന്നെ ഈ ഫിഗറിനൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ടൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോക്കോ. BP by PC is equal to, മക്കളെല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ ഇത് രണ്ടും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് രണ്ടും പാരലൽ ആണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ. ഇൻ ട്രയാങ്കിൾ BPA അല്ലെങ്കിൽ ABP എന്ന് പറയുന്ന ട്രയാങ്കിളിൽ, ത്രികോണം ABPയിൽ QR is parallel to AP. QR എന്ന് പറയുന്നത് APക്ക് സമാന്തരമാണ്. ഓക്കെ, QR എന്ന് പറയുന്നത് APക്ക് സമാന്തരമാണ്. QR APക്ക് സമാന്തരമാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? BR by RP is equal to, BR by RP എന്ന് പറയുന്നത് ആർക്ക് ഈക്വലാ? BRും RPയും തമ്മിലുള്ള റേഷ്യോ BQ by QA. BQ by QA ശരിയല്ലേ? BR by RP എന്ന് പറയുന്നത് BQ by QAക്ക് ഈക്വൽ ആണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് പാരലൽ ലൈൻസ് നോക്കുക. ഇൻ ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ നിങ്ങൾ എടുത്താൽ, ഓക്കെ, ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൽ നിങ്ങൾക്ക് കാണാം, എല്ലാവരും ശ്രദ്ധിച്ചോ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചേ. ഇവിടെ PQ എന്ന് പറയുന്നത് ACക്ക് സമാന്തരമാണ്. PQ ഈസ് പാരലൽ ടു AC. PQ ACക്ക് സമാന്തരമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നോ? PQ ACക്ക് സമാന്തരമാണെങ്കിൽ BP by PC എന്ന് പറയുന്നത് എന്തിന് ഈക്വലാടാ? BQ by QA. കണ്ടോ, മുകളിലുള്ള കഷ്ണം, ഇപ്പോഴത്തെ താഴെയുള്ള കഷ്ണം BP PC. ശരിയല്ലേ? BP by PC is equal to BQ by QA. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ, ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, ഈ ഇക്വേഷന്റെ ഒരു സൈഡിലുള്ളത് ആരാണ്? ഒരു സൈഡിലുള്ളത് BQ by QA ആണ്, അല്ലേ? രണ്ട് ഇക്വേഷന്റെ ഒരു സൈഡിൽ BQ by QA ആയതുകൊണ്ട് മറ്റേ സൈഡിലുള്ള രണ്ടാൾക്കാരും ഈക്വൽ ആണ്. സോ BR by RP is equal to BQ by QA. BQ by QA എന്നുള്ളത് വളരെ സിമ്പിൾ ആയിട്ട്, വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വളരെ ഈസി ആയിട്ട് എൻ്റെ മക്കളെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. സെറ്റ്. ഓക്കെ, ഇനി വളരെ ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്, ശ്രദ്ധിച്ചോ. ഇവിടെ മീഡിയൻ എന്തായിരുന്നു? മീഡിയൻ എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ശരിയല്ലേ? ഈ പോയിന്റിനെ ഞാൻ BCD ഇതാണ് നമ്മുടെ G എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം സെൻട്രോയിഡ് ആണ്. സെൻട്രോയിഡ് മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ, അതായത് BGയും
ജി ഡിയും ഇവിടെയുള്ള വലിയ കഷ്ണവും ചെറിയ കഷ്ണവും തമ്മിലുള്ള റേഷ്യോ നിങ്ങൾക്കറിയാം 2:1 ആണ്. അത് തെളിയിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ തെളിയിക്കാനായിരിക്കും ചോദ്യം വരിക, ചിലപ്പോൾ നിങ്ങളോടത് എന്ത് ചെയ്യാൻ പറയും, ഈ നീളം തന്നിട്ട് ഇത് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് തന്നിട്ട് ഇത് കണ്ടുപിടിക്കുക, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ് മക്കളെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇയും ഡിയും മധ്യബിന്ദുക്കളാണ്. ഓക്കെ, മീഡിയൻ ആണെങ്കിൽ ഇയും ഡിയും എന്താണ്, മിഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ നമ്മളിതാ എഴുതി വെക്കുന്നു, ഇ ആൻഡ് ഡി ആർ മിഡ് പോയിന്റ്സ്. ഇയും ഡിയും എന്താണ്, മിഡ് പോയിന്റ്സ് ആണ് ഇൻ ട്രയാങ്കിൾ എ ബി സി. ഇൻ ട്രയാങ്കിൾ എ ബി സി, ത്രികോണം എ ബി സിയിൽ ഇയും ഡിയും മിഡ് പോയിന്റ്സ് ആണ്. അങ്ങനെ മധ്യബിന്ദുക്കളാണെങ്കിൽ നമുക്ക് എഴുതാം ഡി ഇ ഈസ് പാരലൽ ടു ബി സി ആൻഡ് ഡി ഇ ഈസ് ഈക്വൽ ടു ബി സി ബൈ 2. ഇതാണ് ഒരു ഇക്വേഷൻ. ഡി ഇ എന്ന് പറയുന്നതിന്റെ നീളം ബി സി ബൈ 2 ആണ്. ഓക്കെ, ഇനി അടുത്ത കാര്യം ഡി ഇ അഥവാ ഇ ഡി, എന്ത് തന്നെ എങ്ങനെ പേര് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി അടുത്ത കാര്യം മക്കൾ ശ്രദ്ധിച്ചോ, ഇൻ ട്രയാങ്കിൾ ബി ജി സി. ബി ജി സി എന്ന് പറയുന്ന ഇവിടെയുള്ള ചെറിയ ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൽ ബി ജിന്റെ മിഡ് പോയിന്റ് ആണ് എക്സ്, ജി സിന്റെ മിഡ് പോയിന്റ് ആണ് വൈ. ഓക്കെ, അതിന്റെ രണ്ടിന്റെ മിഡ് പോയിന്റ് അങ്ങ് എടുക്കാം. എക്സ് ആൻഡ് വൈ ആർ മിഡ് പോയിന്റ്സ് ഓഫ് BG and CG respectively. Okay, ത്രികോണം BGCയിൽ എക്സും വൈയും അടുക്ക BGയുടെയും CGയുടെയും BGന്റെയും CGന്റെയും മധ്യബിന്ദുക്കളാണ്. അങ്ങനെ മധ്യബിന്ദുക്കളാണെങ്കിൽ എൻ്റെ മക്കളെ ഇത് ഞാൻ ജോയിൻ ചെയ്യണേ. എല്ലാവരും ശ്രദ്ധിച്ചോ, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എക്സും വൈയും തമ്മിൽ ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചോ. ഇവിടെ തന്നെ ഒരു കാര്യം എഴുതി വെക്കാം. ബി എക്സ് എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? എക്സ് ജിക്ക് ഈക്വൽ ആണ്. ബി എക്സ് എന്ന് പറയുന്നത് എക്സ് ജിക്ക് ഈക്വൽ ആണ് അല്ലേ? ബി എക്സും എക്സ് ജിയും, കാരണം എക്സ് എന്താണ്, മധ്യബിന്ദു ആണ്, അതുകൊണ്ട് ബി എക്സും എക്സ് ജി ഈക്വൽ ആണ്, നോ പ്രോബ്ലം. ഇനി മറ്റൊരു കാര്യം, എക്സ് വൈ ഈസ് പാരലൽ ടു ബി സി. എക്സ് വൈ എന്താണ്, ബി സിക്ക് സമാന്തരമാണ്. എക്സ് വൈ ഈസ് ഈക്വൽ ടു ബി സി ബൈ 2. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രണ്ടെണ്ണത്തെ ഒന്ന് ജോയിൻ ചെയ്തേ. അപ്പോൾ നിങ്ങൾക്കൊരു പാരലലോഗ്രാം ഇവിടെ കാണാം. എക്സ് ഇ ഡി വൈ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ഈക്വലും ആണെന്ന് നമുക്ക് എഴുതി വെച്ചു. അപ്പോൾ 1 and 2 ഇംപ്ലൈസ് 1ഉം 2ഉം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമായതിനാൽ എക്സ് വൈ ഡി ഇ ഈസ് എ പാരലലോഗ്രാം. അതെന്താണ്, എക്സ് വൈ ഡി ഇ ഒരു സാമാന്തരികമാണ്. സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Therefore എക്സ് ജി ഇസ് ഈക്വൽ ടു ജി ഡി. കാരണം ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഓക്കെ, വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. ഓക്കെ, വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇവിടെ വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എക്സ് ജി എന്ന് പറയുന്നത് ജി ഡിക്ക് തുല്യമാണ്. ഓക്കെ, ഈ ബി എക്സ് ഈക്വൽ ടു എക്സ് ജി എന്നുള്ളതിന് 3 എന്ന് നമ്പർ കൊടുക്കുക, ഇതിന് 4 എന്ന് നമ്പർ കൊടുക്കുക. മൂന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും
3ഉം 4ഉം കൂടെ നിങ്ങൾ നോക്കിയാൽ 3 and 4 നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറയാം? BX is equal to XG is equal to GD. എടാ നോക്ക്, BG എന്ന് പറയുന്നത് ഇതിൽ 3 എണ്ണത്തിന്റെ നീളം സെയിം ആണ്. ഈ 3 എണ്ണത്തിന്റെ നീളവും സെയിം ആണ്. ഒരേ നീളമുള്ള 2 കഷ്ണമാണ് BG-യിലുള്ളത്, അതേ നീളമുള്ള ഒറ്റ കഷ്ണമാണ് GD-യിലുള്ളത്. Therefore BG is to GD എന്ന് പറയുന്നത് that is equal to 2:1. 2:1. ഓക്കെ, ശ്രദ്ധിക്കുക, സെറ്റാണല്ലോ. അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇൻ അഡീഷൻ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം മക്കളെ, കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. ഇപ്പം ഞാൻ ഈ വരച്ച വര മീഡിയൻ ആണെങ്കിൽ, നടുവരയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള എന്താണ് ഈ പേര് ഞാൻ കൊടുക്കുകയാണ്, ABCD. അപ്പോൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ ADC എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ ADB. ഈ 2 ത്രികോണങ്ങളുടെയും ഏരിയ തുല്യമാണെങ്കിൽ റേഷ്യോ 1:1 ആയിരിക്കും. ഇനി അത് മാത്രമല്ല, നിങ്ങൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞു തരുന്നത്. ഈ മീഡിയൻ എല്ലാം ഒരു പോയിന്റിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നൊരു പേരുണ്ട്, മറന്നു പോരുത്. എന്താ വിളിക്കുക? ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെൻട്രോയിഡ്. ജീനെ എന്താ വിളിക്കുക? സെൻട്രോയിഡ് അഥവാ മധ്യമ കേന്ദ്രം. വിളിക്കുന്ന പേര് മധ്യമ കേന്ദ്രം എന്നാണ് എന്നുകൂടെ പഠിച്ചു വെക്കുക. അപ്പം ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ GD എന്ന് പറയുന്നത്, ശ്രദ്ധിച്ചേ, ഈ പോയിന്റ് B, ഈ പോയിന്റ് C. GD 2 സെന്റിമീറ്റർ ആണെങ്കിൽ AG എത്രയായിരിക്കുമെന്ന് എൻ്റെ മക്കള് കമന്റ് ചെയ്യണം. ഓക്കെ, നടുവരകൾ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് G മധ്യമ കേന്ദ്രമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ AG-ന്റെ നീളം എത്രയാണെന്ന് ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് 7:15 നമ്മളുടെ മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും വരിക, ഗംഭീരമായിട്ട് നമുക്ക് പഠിക്കാം.